ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണമാണ് നടത്തുന്നത്. ഹിസ്ബുള്ളയ്ക്കൊപ്പം യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്കും നേരെ ആക്രമണം തുടരുന്നു. യമൻ തീരത്ത് US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഹൂതി ആക്രമണം നടത്തിയത്. വിമാനവാഹിനി കപ്പലായ അബ്രഹാം ലിങ്കനും മിസൈൽ വേദ സംവിധാനമുള്ള 2 കപ്പലുകൾക്ക് നേരെയാണ് മിസൈൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഹൂതികൾ ആക്രമണം നടത്തിയതായി പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാബുൽ മന്ദബ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന US കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ആക്രമണം ഫലപ്രദമായി പ്രതിരോധിച്ചെന്നാണ് പെന്റഗണിന്റെ അവകാശവാദം. US മിസൈൽ വേദ സംവിധാനത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. USS സ്റ്റോക്ക്ഡെയിൽ, USS സ്പ്രിൻസ് എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 8 ഡ്രോൺ ആക്രമണങ്ങളും 5 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും 3 ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങളുമാണ് ഉണ്ടായതെന്ന് പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാ ആക്രമണങ്ങളും ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും നാശനഷ്ടമോ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നുമാണ് പെന്റഗൺ അവകാശപ്പെടുന്നത്. അതിനിടെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ നിരവധി ഉന്നത ഫീൽഡ് കമാൻഡർമാരെ വധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മുഹമ്മദ് മൂസ സലാഹ്, ഐമാൻ മുഹമ്മദ് നബുൽസി, ഹജ് അലി യൂസഫ് സലാഹ് എന്നീ പ്രമുഖ ഹിസ്ബുള്ള നേതാക്കൾ 2 വ്യത്യസ്ത ഡ്രോണാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേലിനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയവരാണ് കൊല്ലപ്പെട്ടവരെന്നും പ്രതിരോധ സേന പറയുന്നു. തെക്കൻ ലെബനനിലെ ഖിയാം മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രമുഖ ഹിസ്ബുള്ള കമാൻഡറായ മുഹമ്മദ് മൂസ സലാഹ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത്. ഗോലാൻ കുന്നുകൾ, അപ്പർ ഗലീലി എന്നിവയുൾപ്പെടെ ഇസ്രായേലിലെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് 2500-ലധികം റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയും തെക്കൻ ലെബനനിലെ ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിനെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തയാളാണ് മുഹമ്മദ് മൂസ സലാഹ് എന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. ഐമാൻ മുഹമ്മദ് നബുൽസി ഹിസ്ബുള്ളയുടെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റിന് നേതൃത്വം നൽകിയ ആളാണ്. ഇദ്ദേഹവും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2ാമത്തെ ഉയർന്ന റാങ്കിലുള്ള ഹിസ്ബുള്ള ആന്റി ടാങ്ക് കമാൻഡറാണ് ഐമാൻ മുഹമ്മദ് നബുൽസി. ഹിസ്ബുള്ളയുടെ മറ്റൊരു ഫീൽഡ് കമാൻഡർ ഹജ് അലി യൂസഫ് സലാഹ്, ഗജർ മേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മറ്റൊരു മുതിർന്ന കമാൻഡർ എന്നിവരെയും കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന പറയുന്നു.